പഞ്ചായത്ത് ഉദ്യോഗസ്ഥരാണ് പഞ്ചായത്തിലെ ചടയമംഗലം മേടയിൽ നടക്കുന്ന പാറഖനനവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റു ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് എ അടക്കം സ്ഥലം പരിശോധന നടത്തുകയാണ്. വൻതോതിൽ ഇവിടെ പാറ പൊട്ടിച്ചിരിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ജഡായിപ്പാറയുടെ അടിവാരത്താണ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മേടയിൽ ജംഗ്ഷനിൽ ബിൽഡിംഗ് പെർമിറ്റ് നൽകിയതിനുള്ള പാറകൾ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസം ജിയോളജി വകുപ്പിനെയും കളക്ടറെയും കണ്ടിരുന്നു. കളക്ടർ അടിയന്തര ഉത്തരവിലൂടെ സ്റ്റേ നൽകിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ അടക്കമുള്ളവർ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയാണ്. തീർച്ചയായും ജിയോളജി ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കളക്ടറുടെ അടിയന്തര ഉത്തരവ്. എന്നാൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ അനുമതി കൊടുത്തത് എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. വിഷ്ണു എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കളക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു മറുപടി അല്ലെങ്കിൽ തൃപ്തികരമായ മറുപടി ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പഞ്ചായത്ത് കൊടുത്തേക്കുന്ന ഡെവലപ്മെൻറ്റ് പെർമിറ്റും അതുപോലെ ബിൽഡിംഗ് പെർമിറ്റുമാണ് കൊടുത്തേക്കുന്നത്. ഈ പാറ പൊട്ടിക്കുന്ന അനുമതി കൊടുത്തിട്ടുള്ളത് ജിയോളജി വിഭാഗമാണ്. എങ്കിലും പഞ്ചായത്തിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ കളക്ട്രേറ്റിലും അതുപോലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലും അടക്കം പോയിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ കൊടുത്ത അതിലെന്തെങ്കിലും വയലേഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാനാണ് ഇന്നിവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. അപ്പം പാറയെ സംബന്ധിച്ച് അതിൻ്റെ ആധികാരികത പറയാൻ പഞ്ചായത്തിന് സാധിക്കത്തില്ല. അത് ജിയോളജിയാണ് പറയുന്നത്. എന്തായാലും ജിയോളജി വിഭാഗം പരിശോധിക്കട്ടെ. അല്ല, ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പിൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു വിഷ്ണു അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രതികരണം വളരെ മോശകരമായൊരു പ്രതികരണമായിരുന്നല്ലേ? അവിടെ ചെന്നപ്പോൾ ജിയോളജിസ്റ്റ് അവിടെ ഇല്ലായിരുന്നു. അവിടെ താൽക്കാലികമായിട്ടുള്ള സ്റ്റാഫുകളും ക്ലർക്കുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ആ കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയൊന്നും അവർക്കുണ്ടായിരുന്നു. അല്ല, ജനപ്രതിനിധികളടക്കം ഒരു പരാതിയുമായി ബന്ധപ്പെടുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ? അത് തീർച്ചയായിട്ടും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ നിർബന്ധപൂർവ്വം നമ്മുടെ പരാതി അവിടെ പരാതി നേരത്തെ തന്നെ മെയിൽ ചെയ്തിരുന്നു. നമ്മൾ കൊണ്ടുചെന്ന തയ്യാറാക്കിയ പരാതി അവിടെ ഏൽപ്പിച്ചു. അത് റിസീവ്ഡ് ചെയ്ത് നമ്മൾ മേടിച്ചു. അതിനുശേഷം കളക്ടറെ നേരിട്ട് കണ്ടു. അതിനുശേഷമാണ് കളക്ടർ വാക്കാൽ നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ പരിശോധന നടത്തി ഇത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് ബിൽഡിംഗ് പെർമിറ്റാണ്. പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ബിൽഡിംഗ് പെർമിറ്റാണ് നൽകിയിട്ടുള്ളത്. ആ ബിൽഡിംഗ് പെർമിറ്റിനോടൊപ്പം ഇവിടെ ചുറ്റുമുള്ള 3000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള മണ്ണ് നീക്കം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അനുമതി ഇപ്പം പഞ്ചായത്തിന് നൽകാം എന്നുള്ളത് കൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ് പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. ബാക്കി പാറയുടെ അടിയിലേക്ക് മണ്ണ് നീക്കം ചെയ്ത് വന്നപ്പോൾ പാറ പൊട്ടിക്കാനുള്ള ഇതിന് അനുമതിയെല്ലാം നൽകിയിരിക്കുന്നത് ജിയോളജിസ്റ്റിൻ്റെ മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് കണ്ട് ബന്ധപ്പെട്ടു. ഇന്നവരുടെ ഒരു പരിശോധന ഇവിടെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ വിജിലൻസിൻ്റെ സ്പെഷ്യൽ ബ്യൂറോ വന്ന് അന്വേഷണം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എപ്പോഴും അവിടെ വരുന്നൊരു ഉദ്യോഗസ്ഥൻ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. ഇന്നിപ്പം ഈ പറഞ്ഞതിൽ
ലെവലിനേക്കാൾ താഴ്ചയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ താൽക്കാലിക സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്ത് നിന്ന് കൊടുക്കും. അതിനുശേഷം ബാക്കി ജിയോളജി വകുപ്പാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.